ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാടൻ കൂവപ്പൊടി നമുക്ക് എങ്ങനെ വീട്ടിലുണ്ടാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ്. ഇതാണ് നമ്മുടെ പറമ്പിലും കാട്ടിലൊക്കെ ഉണ്ടാവുന്ന കൂവയുടെ ചെടി. ഈ പച്ച തണ്ട് മാറി ഈ തണ്ടൊക്കെ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ കൂവ എടുക്കാറുള്ളത് പൊടി ഉണ്ടാക്കാനായിട്ട്. അത് ഈ ഡിസംബർ മാസത്തിലൊക്കെയാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കാറുള്ളത്. കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ ഉപയോഗിക്കാവുന്ന നല്ല ഔഷധ ഗുണമുള്ള പൊടിയാണ് കൂവപ്പൊടി. അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ലീഫൊക്കെ ഉണങ്ങി പോയതിന് ശേഷം നമ്മൾ പറമ്പിൽ നിന്ന് കളച്ചെടുത്ത കൂവയാണിത്. തണ്ടൊക്കെ പോയതിന് ശേഷം ഇങ്ങനെ ആയതിന് ശേഷമാണ് നമ്മൾ കൂവ കിളച്ചെടുക്കുന്നത്. ഇപ്പോൾ ഇതാ ഇത്രയും കൂവ, ഇത്രയല്ല കുറച്ചധികം നമ്മൾ കിളച്ചെടുത്തിട്ടുണ്ട്. ഇതാ ഈ രൂപത്തിൽ ഉണങ്ങിയതിന് ശേഷമാണ് നമ്മളിത് പൊടി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. ഇനി ഇത് ചെത്തി അരിഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാം. നമ്മൾ ഇതൊരു കുറച്ചധികം തൊലി ചെത്തിയതിന് ശേഷം ഇതാ ഇത്രയും കൂവ നമ്മൾ തൊലി ചെത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ല വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം മണ്ണൊന്നും ചേരാൻ പാടില്ല. മണ്ണില്ലാത്ത രീതിയിൽ നല്ല വൃത്തിയിൽ കഴുകിയതിന് ശേഷം നമ്മൾ ഇത് ചെറുതായിട്ട് നുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. മുമ്പൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ ഉരലിലൊക്കെ ഇടിച്ചിട്ടാണ് ഇതിൻ്റെ ചാറ് എടുത്തിരുന്നത്. ഇപ്പോൾ മിക്സിയിലോ പിന്നെ മില്ലിലൊക്കെ കൊണ്ടുപോയാൽ അവിടെയൊക്കെ നമുക്ക് ഇത് അരച്ച് കിട്ടാനുള്ള മാർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തിട്ടുള്ളതാണിത്. ഇതുപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചതിന് ശേഷം ഇനി നമ്മൾ ഇത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് നേർപ്പിച്ച ശേഷമാണ് നമ്മൾ ഒരു തുണി കെട്ടി അതിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്നത്. അത് രണ്ട് രൂപത്തിൽ ചെയ്യുന്നവരുണ്ട്. വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് തുണിയുടെ മുകളിൽ തുണി കെട്ടി അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കും. അല്ലാതെ ചെമ്പിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് ഈ അരപ്പിട്ട് കൊടുത്ത് കലക്കിയെടുത്തു അങ്ങനെയും ഇത് പിഴിഞ്ഞെടുക്കാറുണ്ട്. ചെമ്പിൻ്റെ മുകളിൽ ഇതുപോലെയാണ് നമ്മൾ തുണി കെട്ടുക. ഒരു നല്ല വൃത്തിയുള്ള തുണിയെടുത്ത് ചെമ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നല്ല ഉറപ്പിൽ കെട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഈ നേർപ്പിച്ച കൂവയുടെ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അതിലേക്ക് കുറച്ചുകൂടി വെള്ളം വേറെ ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ കലക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ പൊടിയൊക്കെ ചെമ്പിലേക്ക് ഇറങ്ങും. പിന്നെ ഇത് കലക്കിയതിന് ശേഷം അതിൻ്റെ ഈ ചണ്ടി നമ്മൾ പിഴിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. മിക്സിയിലിടുകയാണെങ്കിൽ കുറച്ചുകൂടി ചെറുതാക്കി നമ്മൾ നുറുക്കി കൊടുക്കണം. വലിയ കഷ്ണങ്ങളായാലും മിക്സിയിൽ അരിഞ്ഞ് കിട്ടാൻ പാടായതുകൊണ്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം മിക്സിയിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം കാണിച്ചത് നമ്മൾ മില്ലിൽ കൊണ്ടുപോയി അരച്ചതിൻ്റെ പേസ്റ്റാണ് കേട്ടോ. മിക്സിയിൽ ചെയ്യുമ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മളിതുപോലെ ചെമ്പിൻ്റെ മുകളിൽ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ച് ഇങ്ങനെ കലക്കി കൊടുത്താൽ മതി. ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മൾ ഈ പൊടി ഉണ്ടാക്കിയെടുക്കുമ്പോഴേക്ക്. നല്ല ശുദ്ധമായ കൂവപ്പൊടി നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നല്ല കഷ്ടപ്പാടുണ്ട്. അപ്പോൾ ഇതുപോലെ കലക്കിയതിന് ശേഷം നമ്മൾ ആ ചണ്ടി പിഴിഞ്ഞെടുക്കുക. അതിന് ശേഷമുള്ള വെള്ളം ഇങ്ങനെ ഇരിക്കും. ഇനി ഇത് കുറച്ചൊരു 4-5 മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ പൊടി ഇതിൻ്റെ അടിയിൽ ഊറി വരും. അത് ഒരു 4-5 പ്രാവശ്യം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കണം. ആ വീഡിയോ എൻ്റെ അടുത്തുനിന്ന് മിസ്സായിപ്പോയി.
അതിന് ശേഷം നമ്മൾ ആ പൊടി വെള്ളം മാറ്റിയതിന് ശേഷം ഒരു വൃത്തിയുള്ള തുണി വിരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ടെറസിൻ്റെ മുകളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നല്ല വെയിലുള്ള ഭാഗത്ത് നിരത്തിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇതുപോലെ വെയിൽ നേരിട്ട് അടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പൊടിയൊന്നും പാറാതിരിക്കാൻ വേണ്ടിയിട്ടും ഞാനിങ്ങനെയാണ് പൊടി ഉണക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 5-6 ദിവസം ഉണക്കിയതിന് ശേഷം നമുക്കിതാ ഇത്രയും പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടച്ച് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നല്ല വൃത്തിയുള്ള ഒരു ടിന്നിൽ ആക്കി നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഒരു കേടും കൂടാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ കഴിയുന്നതാണ്. നന്നായിട്ട് ഉണക്കി വെച്ചാൽ മതി എന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കൂവപ്പൊടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ കൂവപ്പൊടി കുറച്ച് നമുക്ക് സെയിലിനായിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. മായം കലരാത്ത നല്ല നാടൻ കൂവപ്പൊടി നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.